ഹലോ മച്ചാന്മാരെ, എല്ലാവരും സോജൂസ് വ്ലോഗ്സ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു ചേട്ടനെ ഒരു ചെറിയൊരു നിങ്ങൾക്ക് കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്നെ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക. കാരണം നിങ്ങൾക്കൊരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു നിങ്ങൾ സ്വന്തം അനിയൻ അല്ലെങ്കിൽ ഒരു ബ്രദർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ കാണാതെ പോവല്ലേ. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതൊരു പബ്ലിസിറ്റി ചെയ്യുന്നതല്ല. ഇന്ന് എന്നെ രാവിലെ അയാൾ വിളിക്കുകയുണ്ടായി. ആ കാര്യം എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പം ഞാൻ ചോദിച്ചു, അത്യാവശ്യം നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഞാൻ ചോദിക്കുകയുണ്ടായി, അയാളുടെ വീട് നമ്മൾ കാരക്കോണം, തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പാറശാല അപ്പുറം കാരക്കോണം, അതിൻ്റെ അടുത്താണ്. അപ്പം കാരക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ്. ഒരു ഷൂട്ടിങ്ങിനൊക്കെ ഒരു ഇതുണ്ട്, നമ്മളൊരു ബംഗ്ലാവ് പോലത്തെ ഉണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടമായ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേരിയിലാണ് അയാളുടെ വീട്. അപ്പോൾ ചോദിക്കുകയുണ്ടായി, എന്ത് ബ്രോ ഇത് ഒരു വേണമെങ്കിൽ ഒരു ഹാൻഡ് ഫീഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞ്. അവൻ പൈസ എത്ര ആയാലും കുഴപ്പമില്ല, ഞാൻ തരാമെന്ന് പറഞ്ഞു. കുറേ യൂട്യൂബറിനെ വിളിച്ചു. അപ്പോൾ അവർക്കൊന്നും അവരിൽ ഹാൻഡ് ഫീഡ് ചിക്കില്ല. അതുകൊണ്ടാണ് അവസാനം എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ഇത് വീണ്ടും പറയുന്നത്, ഞാനൊരു പബ്ലിസിറ്റി ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യുക. ഞാൻ അയാളെ വീഡിയോ ഫുള്ള് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അയാൾക്ക് അച്ഛനമ്മയില്ല, അച്ഛനമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി, ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. അയാളൊരു പാവപ്പെട്ട ഒരു ഓല മേഞ്ഞ വീട്ടിലാണ് കിടപ്പുള്ളത്. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് അയാളെ ഈ നമ്മൾ താഴോട്ട് ഫുള്ള് സ്തംഭിച്ച് കിടക്കുകയാണ്, കാലൊന്നും പോകുന്നില്ല. നമ്മളിപ്പം വയറിൻ്റെ താഴോട്ട് കൈയും കാലൊക്കെ ഓക്കെയാണ്, കൈ ഓക്കെയാണ്, ഇതെല്ലാം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാല് ഫുള്ള് സ്തംഭിച്ച് കിടക്കണം, എണീക്കാനോ കാര്യങ്ങളും പറ്റില്ല. 1.5 വർഷം കൊണ്ട് ആ കിടപ്പാണ്. അപ്പം ഇഷ്ടമായ ആൾക്കാർ വന്നിട്ട് അയാളെ കുറേ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ പറ്റിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഫീഡ് ചിക്ക് കൊടുക്കണം. ഓക്കെ, അതും ഫ്രീ ആയിട്ട്. ഞാൻ ഇത് നമ്മളെ യൂട്യൂബിൽ ധാരാളം വീഡിയോയിൽ ഹാൻഡ് ഫീഡ് ചിക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല. പക്ഷേ എൻ്റെ അണ്ണനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ചേട്ടൻ ചേച്ചിമാരെ അല്ലെങ്കിൽ അമ്മമാരൊക്കെയാണ് എൻ്റെ യൂട്യൂബിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹത്തോണ്ട് പറയണം, നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഒന്ന് ചെയ്യുക. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ചേട്ടൻ. ഇതാണ് ഞാൻ കൊടുത്ത ഹാൻഡ് ഫീഡ് ചിക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി അങ്ങനെ കാണിക്കുന്നതല്ല. ഓക്കെ, ഇയാൾക്ക് അങ്ങനെ എനിക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല. ഇയാളുടെ അവസ്ഥ കണ്ടിട്ട് അയാളെ ഞാൻ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മാക്സിമം കഴിയുന്നുണ്ട് ഒരു 10 രൂപയെങ്കിൽ 10 രൂപ എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ട് അയാളെ സഹായിക്കുക. കാര്യം എന്നാൽ ഫുഡും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പോലും പൈസയില്ല, അച്ഛനമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അമ്മച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ, ഇയാരെ കാര്യങ്ങൾ നോക്കണം. 1.5 വർഷം കൊണ്ട് ഈ കിടപ്പാണ്. അപ്പോൾ അത്രയ്ക്ക് സങ്കടമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അല്ലാതെ എനിക്ക് യൂട്യൂബിലെ റീച്ച് കമൻറ്റ് അങ്ങനെ ഒന്നും കിട്ടാൻ വേണ്ടിയല്ല. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അയാളെ നെഞ്ചത്ത് ഉണ്ടാക്കൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ കയ്യിലെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആണ് എടുത്തത്. ആ വീഡിയോ തന്നെ ഞാൻ വീണ്ടും ഇട്ടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ എനിക്ക് ശല്യപ്പെടുത്താൻ തോന്നിയില്ല. നമുക്കൊരു ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലുള്ളതായാലും എനിക്കറിയാമെന്നുള്ള എല്ലാവരും അറിയാലും. പക്ഷേ എൻ്റെ ചേട്ടനും മാമാരൊക്കെയാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയാന്നുള്ളത് എന്ന് വെച്ചാൽ ഒരു 10 രൂപയെങ്കിൽ 10 രൂപ എങ്കിലും കിട്ടുമെന്ന് സഹായിക്കുക. കാര്യം അയാൾക്ക് ഫുഡും കാര്യങ്ങളും വാങ്ങിക്കാൻ പോലും പൈസയില്ല. അപ്പോൾ ഈ കിളിക്കുഞ്ഞ് വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സമയം പോകാൻ വേണ്ടി മാത്രമാണ്. അയാൾ അയാളെ ലവ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് അയാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അയാളെ പേര് രമേശ് ആറെന്നാണ്. എന്നിട്ട് അയാളെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് എല്ലാം ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അയാളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ. ഇത് നമ്മളെ ഈ അമ്മച്ചി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഉടുപ്പ് പോലും അയാളെ പെറുത്ത് വെച്ച് ചുമ്മാ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതേ ഉള്ളൂ, അല്ല ഉടുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ. അപ്പോൾ നിങ്ങൾ സഹായിക്കുന്നവർ മാക്സിമം നിങ്ങളെ മോനെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അയാളൊന്ന് വീട്ടിൽ പോയി ഒന്ന് മാക്സിമം കാണാൻ പറ്റുന്നവരാണെങ്കിൽ സാധിക്കുന്നവരെ കാണാൻ പറ്റി ഒന്ന് പോവുക. ഓക്കെ, എന്നെ വിളിച്ചാലും ഞാൻ വരാം, അതിനൊരു കുഴപ്പമില്ല. നമ്മളെ ചേട്ടന് വേണ്ടിയാണ്. അപ്പം ഈ യൂട്യൂബിൽ ഇത് ഇട്ടതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിലെ ഓരോരുത്തരും എൻ്റെ മാമാരും മാമിമാരും എൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരെണ്ണം വന്നാൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന അത്രയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് മാക്സിമം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ്. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളെ മക്കൾക്കായാലും ഈ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ ആരും ഇട്ടിട്ട് പോകില്ലല്ലോ, അതേമാതിരിയാണ്. വേറെ തോന്നല്ലേ, അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് സങ്കടവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്ന് പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് എനിക്ക് അങ്ങനെ യൂട്യൂബിൽ റീച്ചാ അതിനൊന്നുമല്ല. എൻ്റെ സ്വന്തം ഒരു ചേട്ടനെ സഹായിക്കാൻ പറ്റുന്നത് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇട്ടെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്